ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് തന്റെ വഴിപാട് നടത്തിക്കൊണ്ടിരിക്കുന്ന അർച്ചനയാണ്. അതേസമയം ധനുഷുമൂർത്തി ഗുണ്ടകളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ്. ഇവളുടെ കഥ ഇന്ന് തന്നെ തീർക്കണം മൂർത്തിയെന്ന് ധനുഷ് പറയുമ്പോൾ അതൊക്കെ ഞാൻ ഏറ്റെന്നും ധനുഷിന്റെ മിടുക്ക് കണ്ടോളാനും മൂർത്തി പറയുന്നു. അങ്ങനെ ആദ്യത്തെ വഴിപാട് അർച്ചന പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും ധനുഷിന്റെയും മൂർത്തിയുടെയും ഗുണ്ടകൾ വന്ന് അർച്ചനയെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അതേസമയം അർച്ചനയെ തേടി സച്ചിയും സന്ദീപും അനൂപും കൂടി ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. എന്നാൽ അവർക്ക് അർച്ചനയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതിനോടകം തന്നെ അർച്ചനയെ ക്ഷേത്രത്തിന്റെ പിൻവാതിലിലൂടെ ധനുഷിന്റെ ഗുണ്ടകള് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിങ്ങളൊക്കെ ആരായെന്ന് പേടിയോടെ അർച്ചന ചോദിക്കുമ്പോൾ അതിലൊരാള് കത്തിയും കൊണ്ട് അർച്ചനയുടെ നേർക്ക് കുത്താൻ ചെല്ലുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അയാൾ അർച്ചനയെ കത്തികൊണ്ട് കുത്താൻ ഒരുങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് വരുന്ന സച്ചി അയാളെ തടയുകയും അയാളെ ചവിട്ടി എറിയുകയും ചെയ്യുന്നു. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷും മൂർത്തിയും. അങ്ങനെ സച്ചിയും സന്ദീപും അനൂപും ചേർന്ന് ആ ഗുണ്ടകളെല്ലാം തുരത്തി ഓടിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ ധനുഷ് മൂർത്തിയെ നോക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അവന്തികയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ് ധനുഷ്. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അവന്തിക. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ടെൻഷനോടെ ആകെ തകർന്നിരിക്കുന്ന സേതുമാധവനെയാണ്. അതേസമയം കമലയും മീരയും കൂടി താഴേക്ക് ഓടി വരികയാണ്. സേതുവേട്ട, അവര് അച്ചുമോളെ കണ്ടെത്തിയെന്നാ പറഞ്ഞതെന്ന് കമല പറയുമ്പോ ഇത് കേൾക്കുന്ന സേതുമാധവന് സന്തോഷമാവുകയാണ്. അങ്ങ് ശിവപുരത്തമ്പലത്തില് ഏതോ ഒരു നേർച്ച നടത്താനാ അവള് പോയതെന്ന് കമല പറയുമ്പോ എന്നാ പിന്നെ അവൾക്ക് പറഞ്ഞിട്ട് പോയാ പോരായിരുന്നോ എന്ന് സേതു ചോദിക്കുന്നു. തുടർന്ന് അവന്തികയും ആതിരയും അങ്ങോട്ടേക്ക് വരികയാണ്. നേരത്തെ വരാമെന്ന് കരുതിയായിരിക്കും അങ്കിൾ അവള് പോയത്. പക്ഷേ നേരം വൈകുമെന്ന് അവള് കരുതി കാണില്ലെന്ന് മീര പറയുമ്പോ എന്തായാലും അർച്ചനേട്ടത്തിയെ കണ്ടെത്തിയെന്ന് അറിഞ്ഞപ്പോ തന്നെ ആശ്വാസമായെന്ന് അനഘയും പറയുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തികയും ആതിരയും. അർച്ചനയുടെ കൂടെ എപ്പോഴും ഈശ്വര സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അർച്ചനയ്ക്ക് അത്ര പെട്ടെന്നൊന്നും ഒരാപത്തും വരില്ലെന്നും അല്ലെങ്കിൽ തന്നെയും അവളുടെ ധൈര്യം സമ്മതിക്കണം. ഒറ്റയ്ക്ക് ശിവപുരത്ത് ക്ഷേത്രം വരെ പോയി നേർച്ചയൊക്കെ നടത്താൻ കാണിച്ച ധൈര്യമുണ്ടല്ലോ എന്നൊക്കെ സേതു പറയുമ്പോൾ ഇത് കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് അനഘയും മീരയും കമലയും. പിന്നീട് കാണിക്കുന്നത് ശിവപുരത്തെ ക്ഷേത്രമാണ്. സച്ചിയോട് ചേർന്നിരിക്കുകയാണ് അർച്ചന. അവിടെ വീട്ടില് നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണല്ലോ, നമുക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുകയാണ്, ഞാൻ പറഞ്ഞില്ലേ സച്ചിയേട്ടാ, എനിക്ക് ഈ നേർച്ച പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്തിനാച്ചു അതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നീ വാശി പിടിക്കുന്നതെന്ന് അനൂപ് ചോദിക്കുന്നു. ഇല്ല അനൂപേട്ട, എനിക്കെല്ലാം ഇന്ന് തന്നെ ചെയ്യണം. നിങ്ങളെല്ലാവരും തിരികെ പൊയ്ക്കോ. ചിലപ്പോൾ നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എൻ്റെ മനസ്സ് മാറും. ആരും വേണ്ട ഇവിടെ. ഏട്ടത്തി, ഇവിടെ ചുറ്റും ശത്രുക്കളാണെന്ന് സന്ദീപ് പറയുമ്പോൾ എന്നെ എല്ലാത്തിൽ നിന്നും ശിവപുരത്തപ്പൻ രക്ഷിച്ചോളുമെന്നും നിങ്ങൾ പോയിക്കോളാനും അർച്ചന പറയുന്നു. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, അനൂപേട്ടനും സന്ദീപും പോയിക്കോ. ഞാൻ എന്താണെങ്കിലും അർച്ചനയുടെ കൂടെ ഇന്നിവിടെ തന്നെ നിൽക്കും. സച്ചിയേട്ടാ എന്ന് അർച്ചന വിളിക്കുമ്പോൾ സച്ചി പറയുകയാണ്, താൻ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എന്താണെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ സച്ചിയേട്ടനും ഏട്ടത്തിയും കാറിൽ വന്നാൽ മതി. രാവിലെ ഞങ്ങളൊരു ടാക്സി പിടിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സന്ദീപും അനൂപും അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ധനുഷിനെയും മൂർത്തിയെയും ഗുണ്ടകളെയുമാണ്. ഗുണ്ടകൾ ഒരുത്തനെ തല്ലുകയാണ് ധനുഷ്. മൂർത്തി, ഇത് ഞാൻ നിനക്കിട്ട് തരേണ്ടതാ. കരാട്ടയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് നീയല്ലേ യോമാരെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ എന്താ ഉണ്ടായത്? ഇനി നീ ഒന്നും എന്താണെങ്കിലും ഇറങ്ങണ്ട. സേതുമാധവന്റെയും മക്കളുടെ മുമ്പിൽ എൻ്റെ ഒരു ഇമേജ് നഷ്ടമാകും എന്ന് കരുതിയാ ഞാനിപ്പോൾ ഒന്നിനും ഇറങ്ങി തിരിക്കാഞ്ഞത്. ഇനി എന്താണെങ്കിലും അതില്ല, ഞാൻ തന്നെ അവിടെയുള്ള എല്ലാത്തിനെയും കൊന്നോളാം. നിന്റെ ഒന്നും ഒരു സഹായവും എനിക്ക് വേണ്ടെന്നും ധനുഷ് ദേഷ്യത്തോടെ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ശിവപുരത്തപ്പൻ്റെ ആറടി എഴുന്നള്ളിപ്പാണ്. ഭക്തിയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന അർച്ചനയും സച്ചിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.